ഡോക്ടർ ജോബാൻ ചെങ്കപ്പുര അവിടെ ധ്യാനിപ്പിക്കാൻ വന്നു. അപ്രാണ്ടിയിലല്ല, ക്ലിയർ. അപ്പം ധ്യാനിപ്പിക്കാൻ വന്നപ്പോൾ ഈ സിസ്റ്റർ എന്നോട് പറഞ്ഞു, സൂന എന്നെ എടുക്കുക ഇനി എന്തിനാ സൂന പോണേന്ന് ചോദിച്ചു. അപ്പം ഗ്രാജുവേഷൻ എന്നൊക്കെ മനസ്സിലായി. ഞാൻ പറഞ്ഞു, സിസ്റ്ററെ എന്നോട് കോൺഗ്രിഗേഷൻ പറയണ ഇനി BEd പോകാനാ. എനിക്കത് വലിയ താല്പര്യമില്ല, പക്ഷേ ഒട്ടും താല്പര്യമില്ല പോകാനായിട്ട്. പക്ഷെ സഭ പറഞ്ഞ് ഞാൻ ചെയ്യണ്ടേ. ഈ സിസ്റ്റർ എന്നോട് പറഞ്ഞു, താൻ ഇവിടെ ഇരുന്നേ, നമുക്കൊന്ന് വർത്താനം പറയാം. എന്നിട്ട് തൻ്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് ഇവിടുത്തെ ആളുകൾ ധ്യാനിക്കാൻ ചെന്നവരെ സിസ്റ്ററിൻ്റെ അടുത്ത് കൗൺസിലിംഗ് ചെന്നപ്പോൾ എൻ്റെ കാര്യങ്ങൾ അവർ പറഞ്ഞു. അവർ പറഞ്ഞത് ഇങ്ങനെയാ, ഞങ്ങളുടെ സൂന സിസ്റ്ററിനെ പോലെ ആയിത്തീരണം, സിസ്റ്ററിനെ പോലെ ചികിത്സിക്കാൻ പാകത്തിന് ആയിത്തീരണം. അവരാണ് എനിക്ക് ആശയം തന്നത്, നമ്മുടെ ക്ലിയറിലെ ചേട്ടത്തിമാര്. സിസ്റ്ററെ പോലെ ചികിത്സിക്കാൻ പാകത്തിന് ആയിത്തീരണം. അതിന് ആ സിസ്റ്ററിനെ എന്നെ കൂടി പഠിപ്പിച്ചാൽ എന്ന് വെച്ചാൽ ആസിഫ് ദേ ആർ മൈ പേരൻസ് ഒന്നോർത്തെ എന്ത് ബന്ധം അവിടെ വന്നേന്ന്. അപ്പോൾ ആ സിസ്റ്ററിനെ എല്ലാം കൂടെ പഠിപ്പിച്ചാലാണ് സിസ്റ്ററിന് സാധിക്കുന്നത്. അപ്പം ഡോക്ടർ ജവാൻ എന്ന് അവർക്കറിയാം. അപ്പൊ സിസ്റ്റർ പറഞ്ഞു, ഞാൻ ആ സിസ്റ്ററിനോട് സംസാരിക്കാം, സിസ്റ്ററിനെ ഗൈഡ് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ ജോവാൻ ചെങ്കുപ്പര എന്നെ ഗൈഡ് ചെയ്തു. സിസ്റ്റർ MSW പോകണം. MSW സൈക്കാട്രിക് സോഷ്യൽ വർക്കുണ്ട്, അതിൽ സൈക്കാട്രി മുഴുവൻ പഠിക്കാം. അപ്പം മാനസിക രോഗങ്ങളെക്കുറിച്ച് പഠിക്കാം, മദ്യചികിത്സയെക്കുറിച്ചും പഠിക്കാം, കൂടുതൽ മനഃശാസ്ത്രപരമായി മനസ്സിലാക്കാൻ സാധിക്കും, സിസ്റ്റം ചെയ്യാൻ പറ്റും. അങ്ങനെ പറഞ്ഞാണ് ഡോക്ടർ ജോവാൻ പിറ്റേ ദിവസം എൻ്റെ ഭാഗ്യത്തിന് ഞങ്ങളുടെ കോഴിപ്പുഴി പ്രൊവിൻഷ്യൽ ഹൗസിൽ സിസ്റ്ററിന്റെ ക്ലാസ് വെച്ചിരിക്കുക. അപ്പൊ സിസ്റ്റർ നേരെ പോകണ്ട. എനിക്ക് എപ്പോഴും ഈ പ്രോവിഡൻസ് ഓഫ് ലവ് ഒത്തിരി എൻ്റെ ജീവിതത്തിലുണ്ട്. വിചാരിക്കുക ഇങ്ങനെ തുടർച്ചയായിട്ട് ഞാൻ എന്താ ആഗ്രഹിക്കുന്നു അത് ദൈവം എനിക്ക് തന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ സിസ്റ്റർ എന്നോട് പറയാ, നാളെ ഞാൻ കോഴിപ്പള്ളിക്കാ ഇവിടുന്ന് പോകുന്നേ, സിസ്റ്റർ ഒരു കാര്യം എൻ്റെ കുടുത്തി വാ. അപ്പൊ എന്നെ അന്ന് ആ കോഴ്സിന് വിളിച്ചിട്ടില്ല, അന്നത്തെ കൗൺസിലർക്ക് അറിയില്ലാത്തതുകൊണ്ട് വിളിക്കാത്തതാ. അപ്പോൾ ഞാൻ സിസ്റ്ററിനെ കൊണ്ട് പ്രൊവിൻഷ്യൽ, എനിക്കും വലിയ അഭിമാനമല്ലേ സിസ്റ്ററിനെ എൻ്റെ പ്രൊവിൻഷ്യൽ ഹൗസിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പം ഞാൻ കൊണ്ടുവന്നു. സിസ്റ്ററിൻ്റെ ക്ലാസ് നല്ല രസമായിട്ട് മദ്യ ചികിത്സയുടെ കാര്യങ്ങളെല്ലാം സിസ്റ്റർ ക്ലാസ് എടുത്തു. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ സിസ്റ്ററിനെ വീണ്ടും മുറിയിലേക്ക് വിളിച്ചു. ഉച്ചയ്ക്ക് സിസ്റ്റർ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് സിസ്റ്റർ കിടന്നുറങ്ങേണ്ട സമയമാണ്. സിസ്റ്റർ എന്നെ വിളിച്ചു പറഞ്ഞു, സൂനെ എനിക്ക് നിന്നെക്കുറിച്ച് ചില കാര്യങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്, നീ ഇവിടെ ഇരിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ മനസ്സിന് ഉറങ്ങണ്ടേ, വേണ്ട സൂന ഇവിടെ ഇരിക്കുക. സൂനയ്ക്ക് ശരിക്കും ഈ രംഗം ഇഷ്ടമാണോ? ഞാൻ പറഞ്ഞു, എനിക്ക് ഇഷ്ടമാണ് സിസ്റ്ററെ. പിന്നെ എന്തിനാ BEd പോകുന്നേ? ഞാൻ പറഞ്ഞു, BEd പോകുന്നേ എന്നോട് പ്രൊവിൻഷ്യലമ്മ ഇങ്ങനെ പറഞ്ഞു, എനിക്ക് നടുവേദനയായി. അപ്പം കുന്നും മലയെല്ലാം കയറി ഒത്തിരി നാളുകൾ 10 വർഷത്തോളം ഞാൻ അതേ ഇതിൽ തന്നെ നിന്നല്ലോ. അപ്പോൾ എനിക്ക് ഇച്ചിരി റെസ്റ്റ് ആവശ്യമുള്ളതുകൊണ്ട് അമ്മ പറഞ്ഞു, എന്നാൽ BEd പോയി സ്കൂളിലേക്ക് ആകാമെന്ന്. അതുകൊണ്ട് മാത്രമാണ്. അപ്പം സിസ്റ്റർ പറഞ്ഞു, താൻ BEd പോകണ്ടേ, താൻ MSW തന്നെ പോകണം, തനിക്ക് പ്രവർത്തിക്കാൻ സാധിക്കും. സിസ്റ്റർ ആ കോൺഫിഡൻസ് എനിക്ക് പകർന്നു തരാം. ഞാൻ സിസ്റ്ററിനോട് പറഞ്ഞു, സിസ്റ്റർ ഞങ്ങളുടെ സഭയിൽ അങ്ങനെ അങ്ങോട്ട് ചോദിച്ചു പോകുന്ന രീതിയില്ല. സിസ്റ്റർ എന്നോട് പറഞ്ഞ വാക്കുണ്ട്, തനിക്ക് വയസ്സെത്രയുണ്ട് ഇപ്പം? ഞാൻ പറഞ്ഞു, എനിക്ക് 35 വയസ്സുണ്ട്. 35 വയസ്സായ താൻ ഒരു പക്വതയുള്ള വ്യക്തിയായി, തനിക്ക് തൻ്റെ അധികാരികളോട് തുറന്നു പറയാൻ സാധിക്കണം. ഞാൻ പറഞ്ഞു, സിസ്റ്റർ എനിക്ക് പറയാൻ പറ്റുമെന്ന് അറിയില്ല, ഞാൻ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. ഈ സിസ്റ്റർ പോകാൻ നേരത്ത് വൈകുന്നേരം 3 മണിക്ക് ക്ലാസ് ക്ലോസ് ചെയ്ത് കാപ്പി കൊടുത്ത് സിസ്റ്ററിനെ ഇറക്കി വിടാൻ ഞാൻ പോകാം. അപ്പോൾ സിസ്റ്റർ നേരെ കയറി ചെന്ന് പ്രൊവിൻഷ്യലമ്മയുടെ മുറിയിലേക്കാണ്. എന്നിട്ട് അമ്മയോട് സിസ്റ്റർ പറഞ്ഞു, അമ്മേ ഈ കൊച്ചിനെ MSW വിടണ്ടേ, ഇതിനതിനുള്ള എല്ലാ ചാൻസും ഉണ്ട്, ഇതിന് അഡ്മിഷൻ കിട്ടാൻ ഒരു പാടുമില്ല, റാങ്ക് സ്റ്റുഡൻ്റ് ആയത്, ഇംഗ്ലീഷ് സൂപ്പറായിട്ട് സംസാരിക്കും, ഒരു കുഴപ്പമില്ല, അമ്മയൊന്ന് അനുവദിച്ചാൽ മാത്രം മതി. അത്രയും പറഞ്ഞ് സിസ്റ്റർ അമ്മയോട് പറഞ്ഞു, സിസ്റ്ററിനെ യാത്രയാക്കി വിട്ടു. എനിക്ക് സ്വപ്നത്തിൽ പോലും വിചാരമില്ല, കാരണം ഞാൻ അന്ന് വരെ ഞങ്ങളുടെ സഭയിലെ MSW എന്ന ചിന്ത പോലും അധികാരികൾക്ക് ആർക്കും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു മേഖല, കാരണം ഞാൻ രൂപതയായിട്ടല്ല പ്രവർത്തിച്ചുകൊണ്ടിരിക്കണേ, അങ്ങനെ ഒരു സംഗതിയെക്കുറിച്ച് ആരും ചിന്തിച്ചിട്ടില്ല. അപ്പോൾ പിന്നെ എനിക്കൊരു പ്രതീക്ഷയും ഇല്ല. സിബിയമ്മ. അപ്പൊ എനിക്കൊരു പ്രതീക്ഷയില്ല, കാരണം അത് അനുവദിക്കപ്പെടും എന്നുള്ള പ്രതീക്ഷയില്ല. ഏതായാലും സിസ്റ്റർ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിസ്റ്റർ ഇവിടെ നിന്ന് ചെന്നിട്ട് അവിടുത്തെ തോപ്രാങ്കുടിയിൽ നിന്ന് പോയ ഒരു
ഡോക്ടർ മദ്യപാനിയുണ്ട്, നമ്മുടെ പാപ്പച്ച സാറെന്ന് പറയുന്ന ആളില്ലേ, ഭയങ്കര ഇന്ന് മരിച്ചുപോയി. അദ്ദേഹം അവിടെ ട്രീറ്റ്മെന്റിന് പോയിട്ടുണ്ടായിരുന്നു. പോകുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞിരുന്നു ട്രീറ്റ്മെന്റിന് പോവാന്നൊക്കെ. പാപ്പച്ച സാറ് ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് സിസ്റ്റർ ഈ ആപ്ലിക്കേഷനും കൊടുത്താ വിട്ടെ. സിസ്റ്റർ ഈ ആപ്ലിക്കേഷൻ എൻ്റെ കൈ കൊണ്ടെത്തുന്നു, ഈ പാപ്പച്ച സാറ് ഈ ആപ്ലിക്കേഷൻ എൻ്റെ കൈ കൊണ്ടെത്തുന്നു. ഞാൻ അമ്മയോട് പിന്നെ അനുവാദം വീണ്ടും ചോദിക്കണ്ടേ. ഏതായാലും ഞങ്ങളുടെ മഠത്തിൽ നിന്ന് ഒരു സിസ്റ്റർ പോകുന്നുണ്ടായിരുന്നു. സിസ്റ്ററിനോട് എഴുത്തെഴുതി, അമ്മയ്ക്ക് എഴുത്തെഴുതി, പേഴ്സണലി എഴുത്തെഴുതി, അമ്മയ്ക്ക് താല്പര്യമെങ്കിൽ ഞാൻ പോകാം, യെസ് ഓർ നോ എന്ന് എന്നോട് പറഞ്ഞോളൂ, എനിക്ക് എന്തായാലും ഉത്തരം എന്തായാലും എനിക്ക് സന്തോഷക്കുറവില്ല എന്ന് അറിയിച്ചുകൊണ്ട് തന്നെ ഞാൻ എഴുത്തെഴുതി. അത് കൊടുത്ത് എനിക്കെപ്പോഴും എൻ്റെ മധ്യസ്ഥനായിരുന്നു ചാവറപ്പിതാവ്. ഈ ഫീൽഡിലേക്ക് ഇറങ്ങി പഠിക്കാൻ തുടങ്ങിയ കാലം തുടങ്ങി ജനങ്ങളെ എന്ന് ചിന്തിക്കുമ്പോഴെല്ലാം എനിക്ക് ചാവറപ്പിതാവ് ഭയങ്കര സജീവമായിട്ട് എനിക്ക് ബന്ധമാണ്. ഇപ്പം എല്ലാ കാര്യത്തിലും ചാവറപ്പിതാവിനോടും ഞാൻ പ്രാർത്ഥിക്കും. ഈ കടലാസ് കിട്ടിയപ്പോഴും ഞാൻ ചാവറപ്പിതാവിനോട് പ്രാർത്ഥിച്ചു. അമ്മയ്ക്ക് എഴുതി എഴുത്തിൽ ഞാൻ ക്ലിയർ ആയിട്ട് എഴുതി, അമ്മയെ ചാവറപ്പിതാവിനും CMC സഭയ്ക്കും പാവനാത്മ പ്രോവിൻസിനും ഉപകാരമെങ്കിൽ, എനിക്കും ഗുണമെങ്കിൽ ഞാൻ ഇത് പഠിക്കണ്ടെന്ന് അമ്മയ്ക്ക് തീരുമാനിക്കാം, അമ്മ എന്നെ അറിയിക്കുക. പിറ്റേ ദിവസം അമ്മയുടെ എഴുത്ത് വന്നു, സൂന യെസ് എന്ന മറുപടി എനിക്ക് കിട്ടി. ആപ്ലിക്കേഷൻ അപ്പം തന്നെ. അന്നൊരു ആപ്ലിക്കേഷൻ അയക്കണമെങ്കിൽ മഴക്കാലമാണ്, 18 കിലോമീറ്റർ നടന്ന്. ഞാൻ പഠിച്ചത് മാംഗ്ലൂർ റോഷനി നിലയ. കാരണം അവിടെ ആദ്യം ഭോപ്പാൽ പഠിച്ചു 3 വർഷം, ഭോപ്പാൽ സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസ്. അത് ഇന്ത്യയിലെ തന്നെ മിഷണറീസിന് വേണ്ടിയുള്ള സോഷ്യൽ വർക്ക് പരിശീലന പരിപാടിയായിട്ട് ആദ്യമായിട്ട് തുടങ്ങിയ പ്രസ്ഥാനമാണ്. മാംഗ്ലൂർ റോഷനി നിലയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് കൗൺസിലിംഗ് ട്രെയിനിങ്ങും സൈക്കാട്രിയും വളരെ സജീവമായി കൊടുത്തിരിക്കുന്ന ഏക MSW കോളേജ്. ആകെ 4 MSW കോളേജേ ഉള്ളൂ. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട്, റോഷനി നിലയ, പിന്നെ കേരളത്തിലെ രാജഗിരി അന്ന് കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ മാത്രമാണ് ഉള്ളത്. ടാറ്റയിൽ 2 ഉണ്ട്. പക്ഷേ ഈ മാംഗ്ലൂർ റോഷനി നിലയിലുള്ളിടത്തോളം സൈക്കാട്രി ആൻഡ് കൗൺസിലിംഗ് ഇത് ഒരു കോളേജിലും ഇല്ല. അതിൻ്റെ കാരണം മാനിലായി പോയി പഠിച്ചു വന്ന ഒരു നല്ല മിടുക്കിയായ ഒരു ലേഡി അന്ന് ഇത് രണ്ടും വളരെ സജീവമാക്കി ഈ കോളേജിനെ ഉയർത്തിക്കൊണ്ടുവരിക. ഇപ്പൊ ധാരാളം സ്റ്റുഡൻസ് പഠിക്കാൻ വരാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് സുനാമി ആക്ച്വലി നേരെ എങ്ങോട്ടാ വന്നത്? ഞാൻ MSW പോകുന്ന വരെ തോപ്രാംകുടിയിലായിരുന്നല്ലോ 10 വർഷം. അത് കഴിഞ്ഞ് MSW കഴിഞ്ഞ് വന്നപ്പോൾ ഞങ്ങളുടെ ഒരു പ്രോവിൻസ് ഒരു തീപ്പെട്ടി കമ്പനി അവിടെ കിടപ്പുണ്ടായിരുന്നു. ആ തീപ്പെട്ടി കമ്പനി ഒന്ന് ശരിയാക്കി, അതിന്റെ പ്രവർത്തനം ഇല്ല. കോതമംഗലത്ത് രാമല്ലൂര്. പക്ഷെ അതിന്റെ പ്രവർത്തനം നിലച്ചു പോയായിരുന്നു. അപ്പോൾ എന്നോട് അവിടെ എന്തെങ്കിലും ചെയ്യാമോ എന്ന് ചോദിച്ചു വന്നപ്പോഴാണ് അവിടെ ഓസ്റ്റിയടിക്കുള്ള സാധ്യതയുണ്ട്, അപ്പൊ സ്ത്രീകൾക്ക് ജോലി കൊടുക്കുന്ന ഒരു പ്രസ്ഥാനമാകൂലോ. പിന്നെ അവിടെ ക്രാഫ്റ്റ് വർക്ക് ഒക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് സ്ത്രീകളെ പഠിപ്പിച്ച് തയ്യല് അതുപോലുള്ള പരിപാടികളൊക്കെ ചെയ്യിക്കാമെന്ന് എനിക്ക് ആശയം തോന്നി. അതിന് കൊടുത്ത് ഹോം സയൻസും കൂടെ പഠിപ്പിക്കാമെന്ന് ആശയം തോന്നി. കാരണം ഹോം സയൻസ് വളരെ എനിക്ക് ഇൻട്രസ്റ്റ്. കാരണം ഞാൻ പ്രീ ഡിഗ്രി പഠിച്ചപ്പോൾ എനിക്ക് ഹോം സയൻസ് ഒരു വിഷയം ഉണ്ടായിരുന്നു. അപ്പം അത് വെച്ച് ഞാനത് ചെയ്യാമെന്ന് വിചാരിച്ചു. ഏതായാലും അതിനെല്ലാം തുടക്കം കുറിച്ചു. ഞാനൊരു 2 വർഷത്തോളം അവിടെ നിന്നു. അവിടെ നിന്ന് OCD വളരെ നന്നായിട്ട് എല്ലാം ചെയ്തു. അതിനുവേണ്ടി സ്റ്റാഫ് ഉണ്ടായിരുന്നു. പിന്നെ തയ്യൽ പഠനം, ഹോം സയൻസിൻ്റെ കോഴ്സ്, അതിന് 10-16 പിള്ളേരെ അവിടെ വന്ന് കോഴ്സ് കൂടിക്കൊണ്ടിരുന്നു. ഡെയിലി ക്ലാസ്സുകളൊക്കെ കൊടുത്ത് കുക്കിംഗ് ക്ലാസ് എല്ലാം വെച്ച് എല്ലാം ശരിയാക്കിക്കൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ചാക്കോച്ചൻ കളപ്പരി അച്ഛൻ ഓടി വരുന്നത്. ഞാൻ MSW കഴിഞ്ഞ് വന്നല്ലോ, അവിടെ എന്നും ലേഡീസിനെ അവിടെ കിട്ടിയിരുന്നത്. ഒരു സിസ്റ്റർ സ്റ്റാഫിനെ കിട്ടണമെന്ന ആഗ്രഹത്തോടുകൂടി അടിമാലി സോപാനത്തിലേക്ക് വേണ്ടി, സോപാനം ഫാമിലി കൗൺസിൽ. അതെ, 91 ഞാൻ പഠിച്ചു. 90. അപ്പൊ ഈ ചാക്കോച്ചൻ കളപ്പരി അച്ഛൻ വന്നിട്ട് എന്നോട് പറഞ്ഞു, എന്നോടല്ല പറഞ്ഞേ, സിബിയാമ്മയോട് പറഞ്ഞു, സിസ്റ്റർ സൂനെ തരൂ, അവിടെ ഒരു പോസ്റ്റ് ഉണ്ട്. സിസ്റ്ററിന് സെമി ഗവൺമെന്റ് പ്രോജക്റ്റ് ആണ് അത്. അന്നത്തെ ചെറിയ സാലറിയാണ്, എങ്കിലും സിസ്റ്റർ സ്റ്റാഫിനെ കിട്ടുകയാണെങ്കിൽ വളരെ നല്ലതായതുകൊണ്ട് ഒരു സിസ്റ്റർ ആണെങ്കിൽ അവിടെ ശോഭിക്കും. എനിക്ക് സോപാനത്തിലേക്ക് അങ്ങനെ വരാൻ പറ്റിയത്.
ഇപ്പോൾ മറ്റു പ്രവർത്തനങ്ങളൊക്കെ മറ്റ് സിസ്റ്റേഴ്സിനെ ഏൽപ്പിച്ചിട്ട് ഞാൻ പോന്നു. സോപാനത്തിൽ എത്ര വർഷം ഉണ്ടായിരുന്നു? 7 വർഷം 7 വർഷം സോപാനത്തിലുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. അത് സംഭവബഹുലമായ എല്ലാ പ്രത്യേകതകളോടുകൂടി. പക്ഷെ സോപാനത്തെ എനിക്കൊരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം കൗൺസിലിങ്ങിലേക്കുള്ള എൻട്രി പോയിന്റ് തന്നത് സോപാനം ഫാമിലി കൗൺസിലിംഗ് സെന്റർ വന്നതുകൊണ്ടാണ്. അവിടെ വിശ്വദീപ്തിയില് റീജൻസി അതെ 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 അതെ. അപ്പൊ എന്താന്ന് വെച്ചാൽ കൗൺസിലിങ്ങിലേക്ക് എങ്ങനെയാ പ്രവേശിക്കേണ്ട, അത് ഈ രാമല്ലൂർ തുടങ്ങിയപ്പോ ഒരു റൂം ഞാൻ കൗൺസിലിങ്ങിന് വേണ്ടി അവിടെ സെറ്റ് ചെയ്തിരുന്നു. ആളുകൾ അവിടെ വരുന്ന നോട്ടീസിലും വെച്ചിരുന്നു. സോപാനത്തില് കൗൺസിലിംഗ് സെന്റർ ഉണ്ടായിരുന്നു. സോപാനം ഫാമിലി കൗൺസിലിംഗ് സെന്റർ ഓൾറെഡി അവിടെ സെറ്റ് ആയിട്ട് അതെ തുടങ്ങിയിട്ടുണ്ട്. കൗൺസിലേഴ്സിന് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എല്ലാം പെൺപിള്ളേരായതുകൊണ്ട് ഒരു സിസ്റ്റർ സ്റ്റാഫ് അവിടെ കൗൺസിലറായിട്ടുണ്ടാണെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ സോപാനത്തിലേക്ക് വന്നപ്പോൾ തുടങ്ങി അതിനോടകം ഞാൻ നന്നായിട്ട് ക്ലാസ് എടുക്കുന്ന ഒരാളായി മാറിയിരുന്നു. അപ്പോൾ സോപാനത്തിലേക്ക് വന്നപ്പോൾ തുടങ്ങി ഹൈ റേഞ്ചിൽ നമുക്ക് ക്ലാസ് എടുക്കാനൊന്നും അധികം പേരൊന്നും ഇല്ലല്ലോ. ഇല്ല, ഹൈ റേഞ്ചിലെ ഒരു പള്ളിയും, കാഞ്ഞിരപ്പള്ളിയിലൊക്കെ ഞാൻ വന്നിട്ടുണ്ട് ക്ലാസ് എടുക്കാനായിട്ട്. ഒരു പള്ളിയും ഒരു പ്രസ്ഥാനവും ഒരു സ്കൂളും ഞാൻ ക്ലാസ് എടുക്കാത്തതായിട്ടില്ല. ഇഷ്ടംപോലെ ക്ലാസ്സുകളും പ്രസംഗങ്ങളും പിന്നെ കൺവെൻഷൻ ടോക്കുകളിൽ പങ്കെടുക്കാനുള്ള അവസരം, അതുപോലെ പള്ളിപ്പെരുന്നാളുകളിൽ പ്രസംഗിക്കാനുള്ള അവസരങ്ങൾ ധാരാളം, മൈതാന പ്രസംഗം, റോഡ് പ്രസംഗം ഒക്കെ ഇഷ്ടംപോലെ നടത്താൻ അവസരം ഒത്തിരി ദൈവം തന്നു. അതിലൂടെ എല്ലാം എനിക്ക് ആളുകൾക്ക് എൻ്റെ അടുത്തേക്ക് കൗൺസിലിങ്ങിന് വരാനൊരു താല്പര്യവും കൂടെ ജനിച്ചു. കാരണം ഓരോ കേസിൻ്റെ പേരും ഊരൊന്നും പറയാതെ ഞാൻ വിവരിക്കൂലോ. അപ്പോൾ അവർക്ക് ഈ കൗൺസിലിങ്ങിനെ കുറിച്ച് ആളുകൾക്ക് നന്നായിട്ട് മനസ്സിലായി. ഇതിന് പോയാൽ അങ്ങനെയാണ് ആളുകൾ എൻ്റെ അടുത്ത് ധാരാളം പേര് കൗൺസിലിങ്ങിന് 2002 1000 ഏക്കർ കൗൺസിലിംഗ് സെന്റർ തുടങ്ങുന്നത്. ഞാൻ സോപാനത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് തന്നെ തോന്നി, ഞാൻ ഇത്ര നാള് സഭയ്ക്ക് വേണ്ടിയിട്ട്, ഞങ്ങളുടെ CMC പ്രോവിൻസിന് വേണ്ടിയിട്ട് ഞാനൊന്നും ചെയ്തില്ലല്ലോ. ഞാനിപ്പോഴും പുറത്ത് ആദ്യം രൂപതയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. അപ്പൊ രൂപതയുടെ പ്രവർത്തനമായി. ഇപ്പോൾ ഇത് സോപാനം CMA സഭയുടെ ഒരു പ്രോജക്റ്റാണ്. വൈ കാണ്ട് ഐ സ്റ്റാർട്ട് എ കൗൺസിലിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നൊരു ചോദ്യം എൻ്റെ മനസ്സിൽ എപ്പോഴും വന്നുകൊണ്ടിരുന്നു. അത് വെച്ച് പ്രാർത്ഥിക്കാനും ചാവറപ്താവിനോട് പ്രാർത്ഥിക്കാനും അന്വേഷിക്കാനും തുടങ്ങിയപ്പോഴാണ് അത്ഭുതകരമായിട്ട് 1000 ഏക്കറിൽ ഒരു സ്ഥലം നമ്മൾ മേടിക്കണം എന്ന് നിർബന്ധം അച്ഛൻ കൊണ്ടുവരുന്നത്. അങ്ങനെ 1000 ഏക്കറിൽ സമന്വയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൗൺസിലിംഗ് തുടങ്ങി. അതെ, അതിന്റെ പ്രവർത്തനം ഒരു 7 വർഷം നടത്തിക്കൊണ്ടിരുന്നപ്പോഴേക്കും ഞങ്ങളുടെ പ്രോവിൻസ് 2ആയിട്ട് ബൈഫർക്കേറ്റ് ചെയ്തതിന്റെ പ്രത്യേകത ഉണ്ടായിരുന്നു. അവിടെ കൗൺസിലിങ്ങിന് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ കോതമംഗലം പ്രോവിൻസിലേക്ക് തിരിച്ചു വരണമെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ കൗൺസിൽ സെന്റർ തുടങ്ങിയ ആളെ ഇട്ടിട്ട് പോരുന്നത് ശരിയല്ലോ. അതുകൊണ്ട് ഞാൻ അവിടെ കുറച്ച് ആളും കൂടെ നിന്നു. 2006 ഞാൻ കോതമംഗലത്തേക്ക് തിരിച്ചു പോന്നു. അത് പ്രത്യേക അനുവാദം മേടിച്ച്, കാരണം കൗൺസിൽ സെന്ററിന് വേണ്ടിയാ. കാരണം ഹൈ റേഞ്ചിൽ പ്രവർത്തിച്ച് എനിക്ക് ധാരാളം എക്സ്പീരിയൻസ് ആയല്ലോ. അപ്പൊ ഇനി നാട്ടിലൊന്ന് പ്രവർത്തിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. ഒപ്പം നാട്ടിലും ഇങ്ങനെ ഒരു സംഭവം ആവശ്യമുണ്ടെങ്കിൽ ഞാൻ റെഡി ആകണമല്ലോ. അങ്ങനെ ഒരു പ്രചോദനം ഉള്ളിൽ തോന്നി. എനിക്കറിയില്ലായിരുന്നു നാട്ടിൽ കൗൺസിൽ സെന്റർ തുടങ്ങാനായിട്ട് പ്ലാനുണ്ട്, ആഗ്രഹമുണ്ടെന്ന്. അങ്ങനെ ഇരിക്കുമ്പോൾ നാട്ടിലുള്ള അമ്മമാരോട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി അവർ ഈഗർലി വെയിറ്റിംഗ് ഫോർ മീ ഇഫ് ഐ ആം റെഡി. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ വരാം. തിരിച്ചു വന്നു. വന്ന ഉടനെ തന്നെ അന്നത്തെ അധികാരികൾ, ബെന്നോമ്മയായിരുന്നു പ്രൊവിൻഷ്യലമ്മ, അലൻസോമയാണ് വൈസ് പ്രൊവിൻഷ്യല്. അലൻസോമയ്ക്ക് ഭയങ്കര തീവ്രമായ ആഗ്രഹം കൗൺസിൽ സെന്റർ എത്രയും വേഗം സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ അതുകൊണ്ട് 1000 ഏക്കറിൽ കൗൺസിൽ സെന്റർ തുടങ്ങാൻ എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ട് വന്നു. പക്ഷേ കോതമംഗലത്ത് മൂവാറ്റുപുഴ വാഴപ്പള്ളിയില് ജീവോദയ കൗൺസിലിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങാൻ ഒരു പ്രയാസം ഉണ്ടായിരുന്നില്ല. കാരണം അമ്മമാരുടെയൊക്കെ മനസ്സിനെ, സിസ്റ്റേഴ്സിൻ്റെയൊക്കെ മനസ്സിനെ അത് ഒരുക്കിയിരുന്നു. അതുകൊണ്ട് എനിക്ക് കെട്ടിടം അങ്ങ് വേഗം പണിതെടുത്താൽ മതിയായിരുന്നു. പിന്നെ ഉദ്ഘാടനമൊക്കെ നടത്തി വേഗം ആ പ്രവർത്തനത്തിലേക്ക് ഞാൻ വന്നു. ഇപ്പോൾ ജീവോദയയിലാണ്. ജീവോദയയിൽ നിന്ന് അത് മൂവാറ്റുപുഴ പെരുമ്പാവൂർ റൂട്ടിലാണ്. ലിസ്റ്റ് സെന്ററിന്റെ തൊട്ടപ്പുറത്താണ്. എന്തൊക്കെ കോഴ്സുകളാണ് ഇപ്പൊ അവിടെ കോഴ്സുകളില്ല. കാരണം ഞാനൊരു 10 വർഷമായപ്പോൾ 2018 10 വർഷം പൂർത്തിയാക്കി. 10 വർഷം പൂർത്തിയാകുമ്പോൾ ഞങ്ങൾക്കൊരു ട്രാൻസ്ഫർ ഉണ്ട്. പിന്നെ അവിടെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് ഒരു ബ്രേക്ക് വേണം. അപ്പോൾ ഞാൻ ഗുജറാത്തിന് പോയി. അവിടെ കൗൺസിലിംഗ് ചെയ്യാനായിട്ട്, സ്കൂളുകളിൽ കൗൺസിലിങ്ങിന് വേണ്ടി ഉദ്ദേശിച്ചാണ് എന്നെ അങ്ങോട്ട് വിട്ടത്. അവിടെ ചെയ്തിരുന്നു. പക്ഷേ കോവിഡ് വന്ന് നമ്മളെല്ലാം ഒരു പ്രത്യേക സാഹചര്യത്തിലേക്ക് പോയത്. 3 വർഷം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നപ്പോൾ
ആ സെൻറ്ററിൽ അധികം പ്രവർത്തനം ഇല്ലാത്തൊരവസ്ഥ വന്നു. സെൻറ്റർ ഓൾമോസ്റ്റ് ക്ലോസ്ഡ് ആയിരുന്നു. അപ്പോൾ ഇപ്പം ഞാൻ വന്നിട്ട് 2 വർഷമായി. വീണ്ടും അതിൻ്റെ അപ്പോൾ കോഴ്സുകളൊന്നും ഓർഗനൈസ് ചെയ്തിട്ടില്ല. ഇപ്പം കുട്ടികളുടെ പ്രോഗ്രാംസും പിന്നെ യൂത്തിൻ്റെ കുറച്ച് പ്രോഗ്രാംസൊക്കെ നടത്തുന്നുള്ളൂ. അതിനുമുമ്പ് കൗൺസിലിംഗ് ട്രെയിനിങ് ഉണ്ടായിരുന്നു. അൽമായരും എല്ലാ ഗ്രൂപ്പിലുള്ള മതം നോക്കുന്ന ഒരു പരിപാടി അതിൻ്റെ അകത്തില്ല. എല്ലാ വിഭാഗത്തിലെയും ആളുകൾ പങ്കെടുക്കുന്ന കൗൺസിലിംഗ് ട്രെയിനിങ് അൽമായർക്ക് വേണ്ടി ഉണ്ടായിരുന്നു. സിസ്റ്റേഴ്സിന് വേണ്ടി 3 ബാച്ച് കൗൺസിലിംഗ് ട്രെയിനിങ് ഞങ്ങളുടെ കോൺഗ്രിഗേഷൻ്റെ മുഴുവൻ സിസ്റ്റേഴ്സിലും കൊടുത്തിരുന്നു. പിന്നെ എല്ലാ പ്രോവിൻസിലും പോയി 1 വീക്ക് കൗൺസിലിംഗ് ട്രെയിനിങ് കൊടുത്തിരുന്നു. അങ്ങനെ കൗൺസിലിംഗ് ട്രെയിനിങ്ങും എല്ലാമായിട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്താണ് എൻ്റെ സമയം സമാഗതമായത്. 10 വർഷം പൂർത്തിയായത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഗുജറാത്തിലേക്ക് പോയി. ഓക്കെ, സൂനാമയുടെ ലൈഫിന്റെ ഒരു ചിത്രമാണ് നമ്മൾ ഇതുവരെ കേട്ടത്. നമുക്കിനി പ്രേക്ഷകർക്ക് ഏറ്റവും ആവശ്യമുള്ളത്, ഇന്ന് ഈ കൗൺസിലിങ്ങിന് വരുന്ന വ്യക്തികൾ അവരുടെ കുടുംബ പ്രശ്നങ്ങൾ ഏതാണ്? ഈ മദ്യം, മയക്കുമരുന്ന്, പുകവലി, ഈ 3 ദുശീലങ്ങൾ കൊണ്ട് ഒരു കുടുംബത്തിൽ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ സൂനാമ ഇതുവരെ ഫേസ് ചെയ്തതിൽ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള വിഷയങ്ങൾ എന്തൊക്കെയാണ്? ഒരാൾ മദ്യപാനിയായി തീർന്നാൽ ആദ്യമൊക്കെ കുടിക്കുമ്പോൾ ഒരു പ്രശ്നമൊന്നും അധികം കുടുംബാംഗങ്ങൾക്ക് തോന്നുകയില്ല. പ്രത്യേകിച്ച് ഇത് 2 കാര്യമുണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യവും ഇന്ന് എല്ലാ വൈദികരും സിസ്റ്റേഴ്സും കുടുംബാംഗങ്ങളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് എനിക്ക് പ്രത്യേകം തോന്നുന്ന കാര്യം, നമ്മുടെ കൗമാരപ്രായത്തിലുള്ള കുട്ടികൾ മദ്യമെടുക്കുന്നത്, പുകവലിക്കാൻ തുടങ്ങുന്നത്, ഒളിച്ചും പാത്തുമുള്ള ലഹരിയുടെ ഉപയോഗം, ഇത് ഇന്റർനാഷണലി ഉള്ള എല്ലാ സ്റ്റഡീസും, എൻ്റെ സ്റ്റഡിയിലും തെളിഞ്ഞു വന്നേക്കണ കാര്യം അതാ. കൗമാരപ്രായത്തിൽ ഒരു കുട്ടി ലഹരി ഉപയോഗിക്കാൻ തുടങ്ങിയാൽ അവൻ വളരെ പെട്ടെന്ന് അതിൻ്റെ അടിമയാകും. ഒരു 21 വയസ്സ് കഴിഞ്ഞ് ഒരാൾ മദ്യം എടുക്കുന്നത് പോലെയല്ല കൗമാരപ്രായത്തിൽ എടുക്കുമ്പോൾ. കാരണം നമ്മുടെ ബ്രെയിൻ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത ഗ്രോയിങ് സ്റ്റേജിലാണല്ലോ. ബ്രെയിൻ മാത്രമല്ല, പേഴ്സണാലിറ്റി ആസ് സച്ച് ഗ്രോയിങ്. ഈ അഡിക്റ്റീവ് പേഴ്സണാലിറ്റിയിലേക്ക് വളരെ പെട്ടെന്ന് വ്യക്തികളായിത്തീരും. 1 തുടങ്ങി 9 വരെ കുടിച്ച കുട്ടികളൊക്കെ പിന്നീട് വലിയ കുടിയന്മാരും വലിയ ഒളിച്ചും പാത്തും കുടിച്ചുകൊണ്ടിരിക്കുന്നവര്, രഹസ്യ കുടിക്കാര്. ഇപ്പം നമ്മുടെ കുട്ടികൾ ഒത്തിരി പേര് ഫോറിന് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവിടെയൊക്കെ വീക്കെൻഡിൽ ഇവരുടെ കയ്യിലേക്ക് പൈസ വരുമ്പോൾ കൂട്ടും കമ്പനിയും കുടിയും ഒക്കെ ധാരാളമായി തരും. നമ്മളാരും അറിയുന്നില്ല. ഇവിടെ നാട്ടിൽ വരുമ്പോൾ അവർ നല്ലൊരു മുഖം കാണിച്ചു തരുന്നുണ്ടെങ്കിലും കുടുംബങ്ങളിൽ നിന്ന് യുവജനങ്ങൾ, കൗമാരപ്രായത്തിലെ പ്രായത്തിലുള്ളവരുടെ ഇടയിൽ വളരുന്ന കുടി വളരെ ദോഷകരമാണ്. കാരണം ഇന്റർനാഷണലി പറയുന്നത് കൗമാരപ്രായത്തിൽ കുടിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ, ലഹരി ഉപയോഗിച്ചു തുടങ്ങിയാൽ അവർ വലിയ കുടിയന്മാരായി പക്വതയുള്ള പ്രായത്തിലേക്ക് വരുമ്പോൾ ആയിത്തീരും. അത് ശരിയാ. ചികിത്സയ്ക്കായിട്ട് ഞാൻ എടുത്ത എല്ലാ കേസിലും ഡോക്ടർ ജോവാൻ ജഗപ്പതി അത് സ്റ്റഡി ചെയ്തിട്ടുണ്ട്. ഒത്തിരി പേര് ഈ രംഗത്ത് സ്റ്റഡി ചെയ്തവരെ കണ്ടിട്ടുണ്ട്. ചെറിയ പ്രായത്തിലാണ് കുടി തുടങ്ങിയതെങ്കിൽ അവരുടെ കുടിയെ നിയന്ത്രിക്കാനും നിർത്താനും വലിയ പാടാണ് അവർക്ക്. കാരണം പെട്ടെന്ന് അവർ അഡിക്റ്റ് ആയി തീർന്നു. അഡിക്റ്റീവ് ബ്രെയിനായി അവരുടെ തീർന്നു കഴിഞ്ഞു. ഫിസിക്കൽ അഡിക്ഷൻ ഉണ്ട്, സൈക്കോളജിക്കൽ അഡിക്ഷൻ ഉണ്ട്. ഇത് 2ഉം അവരിൽ ഒരുപോലെ നടക്കും. ഒരാൾ അഡിക്റ്റീവ് പേഴ്സണാലിറ്റിയിലേക്ക് പോയാൽ ആ വീട് ഒരു നരക തുല്യമാണ്. കാരണം അല്ലാത്തവരുണ്ട്. ഇപ്പൊ വൈകുന്നേരം കിടക്കാൻ നേരത്തെ അല്പം 1 പെഗ് 2 പെഗ് എടുത്തു, അല്ലെങ്കിൽ കുറച്ചെടുത്തു, ആർക്കും ഒരു ദോഷവും വരുന്നില്ല. അയാൾ സുഖമായിട്ട് കിടന്ന് ഉറങ്ങി, ഭാര്യയോടും വലിയ ബഹളമൊന്നും ഇല്ല. അങ്ങനത്തെ കൺട്രോൾഡ് കുടിയുള്ള കുടുംബങ്ങളുണ്ട്. അതിന് നമുക്ക് അഡിക്ഷൻ എന്ന് അങ്ങനെ പറയാൻ പറ്റില്ല. ഒരു പക്ഷെ ഒരു മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ ഒരു ആഘോഷത്തിലോ ഇത്തിരി അധികം കുടിച്ചെന്നും വരാം. പക്ഷെ ദേ ഹാവ് ഗോട്ട് കൺട്രോൾ. അങ്ങനെയുള്ളവർ മിക്കവാറും ഈ ഏർലി ഏജിൽ കുടിച്ചു തുടങ്ങിയവരായിരിക്കണം എന്നില്ല, ലേറ്റ് ഏജിൽ കുടിച്ചു തുടങ്ങിയവരാണ്. 2ാമത്തെ കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏത് ഏജിൽ കുടിച്ചാലും എങ്ങനെയൊക്കെ ആയാലും മദ്യത്തിന് അതിനാൽ തന്നെ വ്യക്തിയെ പെട്ടെന്ന് അഡിക്ഷനിലേക്ക് കൊണ്ടുപോകാനുള്ള പ്രത്യേകതയുണ്ട്. അത് ഇവരുടെ ശരീരത്തിലേക്ക് ലഹരി കയറുന്നതിൻ്റെ അനുസരിച്ച് ലഹരിക്കുള്ള ആസക്തി, ക്രേവിങ്സ് ഇവരിൽ വളരെ ശക്തമാകും. ഈ ക്രേവിങ് വന്നു കഴിഞ്ഞാൽ അത് കിട്ടാതെ ഇവർ അടങ്ങുകയില്ല. നിങ്ങൾക്ക് അത്ഭുതം തോന്നി, ഈയിടെ ഒരു ഹോം നേഴ്സിന്റെ കഥ, ഒരു സംഭവം ഞാൻ അറിഞ്ഞു. ഒരു പെൺകുട്ടിയെ നോക്കാനായിട്ട് ഒരു പ്രായമുള്ള സ്ത്രീയെ നിർത്തിയതാ. ആ സ്ത്രീ പിറ്റേ ദിവസം കസേര മേശം മറിച്ചിടാൻ തുടങ്ങി. ഈ നോക്കാൻ ഏൽപ്പിക്കപ്പെട്ട കൊച്ചിനെ ആരെ നോക്കാനേറ്റോ, അവൾക്ക് എഴുന്നേറ്റ് വരാൻ പറ്റില്ലാത്ത കുട്ടിയാ. ബഹളം തുടങ്ങി. എന്നത് ഞാൻ നിൽക്കില്ല, ഞാൻ അവിടെ പോയാലേ എനിക്ക് മദ്യം കിട്ടും, എനിക്ക് ഇന്ന ബ്രാൻഡ് കുപ്പി വേണമെന്ന്.
അപ്പോൾ ജെൻസോ ഫീമെയിലോ എന്നുള്ളതൊന്നുമില്ല. കുടി ആര് തുടങ്ങുന്നോ അവര് പെട്ടെന്ന് അതിന്റെ അഡിക്ഷനിലേക്ക്. പണ്ടത്തേനേക്കാൾ കൂടുതലായിട്ട് ഇപ്പൊ വനിതകൾ മദ്യപിക്കുന്നു. ഉണ്ട്. അതൊരു ഫാഷനായി മാറിയിട്ടുണ്ട്. പിന്നെ ഹസ്ബൻഡ്സും ഭാര്യമാരെ അതിലേക്ക് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഈവനിങ്ങിൽ രണ്ടുപേരും കൂടെ കുടിച്ചിട്ട് കിടക്കുന്ന സ്ഥിതികളുണ്ട്, പ്രത്യേകതകളുണ്ട്. അത് നല്ല VIP എന്ന് നമ്മൾ തോന്നുന്ന കുടുംബങ്ങളിൽ പോലും, അല്ലെങ്കിൽ അങ്ങനെയുള്ള ജോലിക്കാരുടെ ഇടയിലും പ്രൊഫഷണൽസിന്റെ ഇടയിലൊക്കെ ഉള്ളതായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ കൗൺസിലിങ്ങിലൂടെ മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള കുടുംബങ്ങളിലെ കുട്ടികൾക്ക് അവരുടെ ഒരു മൈൻഡ് സെറ്റ് എങ്ങനെ? ഇത്രയും വലിയൊരു അനുഭവത്തിന് വിളിച്ചത് കുട്ടികൾ അനാഥരായി പോകുന്ന ഒരു ഫീൽ കുടി പ്രശ്നമാകുന്ന കുടുംബത്തില് ആ ഭാര്യ അയാളുടെ കൂടെ കൂടി ഇന്ന് കുടിക്കാനൊന്നും സമ്മതിക്കില്ല. കാരണം അത്രമാത്രം കുടി അവർ വെറുക്കാൻ തുടങ്ങും. കുടിയുടെ എല്ലാ പ്രശ്നങ്ങളും അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് ഭാര്യ, ഒപ്പം മക്കളും. മൂത്ത മകൻ ഒരുപക്ഷെ അമ്മയെ സഹായിക്കാൻ വേണ്ടി, കുടുംബത്തെ നോക്കാൻ വേണ്ടി വളരെയധികം അധ്വാനിക്കുകയും കഷ്ടപ്പെടുകയും നേതൃത്വം കൊടുക്കുകയും ചെയ്യും. പക്ഷേ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ കുട്ടി അപ്പനെ കണ്ട് ആ സ്റ്റൈല്, കാരണം കുട്ടികൾ ചെറുപ്പത്തിൽ എന്ത് കാണുന്നുവോ അത് കോപ്പി ചെയ്യാനുള്ള ഒരു വൈഭവം അവർക്കുണ്ട്. അതിന്റെ വരായിക ഈ മൂന്നാമത്തെ കുട്ടിയൊന്നും അത്രയും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നില്ല. മൂത്ത കുട്ടികളാണ് അതിന്റെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർ പലപ്പോഴും. മൂത്ത കുട്ടികൾക്ക് അതുകൊണ്ട് തന്നെ കുടിക്കരുത്, അപ്പനെ പോലെ ആകരുതെന്ന ചിന്തയുണ്ടെങ്കിലും മൂന്നാമത്തെ നാലാമത്തെ കുട്ടികൾ അപ്പോഴത്തേക്ക് ഒരുവിധം സാമ്പത്തികമൊക്കെ ചേട്ടന്മാരുണ്ടാക്കി, അല്ലെ അമ്മയും കൂടി കൂടി കഷ്ടപ്പെട്ട് ഇപ്പൊ ഇവര് ഇതിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഈ കേരളത്തിന്റെ യുവജനങ്ങളോട്, പ്രത്യേകിച്ച് ഇന്ന് എല്ലാം അവൈലബിൾ ആയിട്ടുള്ള ഒരു പൊതുസമൂഹത്തിൽ യുവജനങ്ങളോട് എന്താണ് പറയാൻ? എനിക്ക് പറയാൻ എപ്പോഴും എൻ്റെ മനസ്സിലുള്ളതും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന, യൂത്തിന് ക്ലാസ് എടുക്കുമ്പോൾ എപ്പോഴും ഞാൻ ഉപയോഗിക്കുന്നതുമായ വാക്ക്, മക്കളെ നിങ്ങൾ മദ്യം തൊടരുത്, ലഹരി വസ്തുക്കളൊന്നും തൊടരുത്. തൊട്ടാൽ അത് നിങ്ങളുടെ ബ്രെയിനെ നശിപ്പിക്കും, നിങ്ങളുടെ വ്യക്തിത്വത്തെ നശിപ്പിക്കും, നിങ്ങളുടെ ജീവിതത്തെ നശിപ്പിക്കും. പിന്നീട് നിങ്ങൾക്ക് ഒരു കൺട്രോൾ അതിന്മേൽ കിട്ടുകയില്ല, നിങ്ങളുടെ കുടുംബ ജീവിതത്തെയും ബാധിക്കും. മദ്യപാനം കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ, വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ആ ഭാര്യ പിന്നെ അനുഭവിക്കാൻ തുടങ്ങും, മക്കൾ അനുഭവിക്കാൻ തുടങ്ങും, കുടുംബം നശിക്കുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ആരോഗ്യം, എത്രയോ യുവമക്കൾ കരൾ രോഗികളായി മാറുന്നു. തലച്ചോറ് തുടങ്ങി കാലിന്റെ പാദം വരെയുള്ള എല്ലാ അവയവത്തിലും ലഹരിയുടെ ദോഷഫലം വ്യക്തി അനുഭവിക്കുന്നു. ഇതേക്കുറിച്ച് തീർച്ചയായിട്ടും ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു നാടിന്റെ നന്മ മനസ്സ് എന്ന് പറയുന്നത് ആ നാട്ടിലെ കുടുംബ ബന്ധങ്ങൾ ഏറ്റവും ശുദ്ധവും സജീവവുമായി നിലനിർത്തുക എന്നതിലാണ്. അതൊരു സംഘാതമായ പ്രവർത്തനമാണ്. ഒട്ടേറെ നന്മ മനസ്സുകൾ, പ്രത്യേകിച്ചും കത്തോലിക്ക സഭയിലെ, ക്രിസ്ത്യൻ സഭകളിലെ ഒട്ടനവധി ആളുകൾ, സമർപ്പിത കത്തോലിക്ക സഭയിലെ സിസ്റ്റർ സൂനായെ പോലെയുള്ള സമർപ്പിതരും മറ്റ് ക്രിസ്ത്യൻ സഭകളിൽ ഒട്ടനവധി ആളുകളും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കും. മറ്റ് മതസമൂഹങ്ങളിലും ഇത്തരത്തിൽ ഒരു സാമുദായികമായിട്ടുള്ള സന്തുലിതാവസ്ഥ സൂക്ഷിച്ചുകൊണ്ട് തന്നെ മദ്യത്തിനെതിരെ, മയക്കുമരുന്നിനെതിരെയൊക്കെയുള്ള പരിശീലനങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. അതിനെല്ലാം ഇവിടെ ചർച്ച ചെയ്തതുപോലെ അതിനെല്ലാം ഒരു പിൻബലം എന്നത് നാട് ഭരിക്കുന്ന ഗവൺമെന്റിന്റെ മനസ്സാണ്. എന്നാൽ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, കേരളം കഴിഞ്ഞ 10 വർഷം കൊണ്ട് കുടിയന്മാരുടെ നാടായി, സ്വന്തം നാടായി മാറിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ഇത്തരത്തിലുള്ള ശുദ്ധമായ ഇടപെടലുകളെയൊക്കെ നിർജീവമാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നാട് ഭരിക്കുന്ന ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ ജീവിതം കൊണ്ട് ആയിരക്കണക്കിന് കുടുംബങ്ങളുടെ വേദന അകറ്റുവാൻ സ്വന്തം ജീവിതം സമർപ്പിച്ചിട്ടുള്ള സിസ്റ്റർ സോനായെ പോലുള്ള ആളുകൾക്ക് ഇനിയും പ്രതീക്ഷയോടുകൂടി തന്നെ ഈ പ്രവർത്തനത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നാട് ഭരിക്കുന്ന സർക്കാരും അതുപോലുള്ള സംഘടനകളും കൂടെ നിന്നേ മതിയാവൂ. അല്ലെങ്കിൽ ഈ നാട് തീർത്തും നശിച്ചു പോകും എന്നുള്ള വേദന നിറഞ്ഞ ഒരു നൊമ്പരം ഈ ഒരു എപ്പിസോഡ് ഈ പൊതുസമൂഹത്തിന് മുമ്പിൽ വയ്ക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ജീവിതങ്ങൾ വളരെ വിലപിടിച്ച ജീവിതങ്ങളാണ്. ഈ നാടിനു വേണ്ടി, ഈ മാനവ സമൂഹത്തിന് വേണ്ടി, അതിന്റെ നന്മയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ടുള്ള ഇത്തരം ജീവിതങ്ങൾ എന്നും മൂല്യവത്താണ്. ആയിരക്കണക്കിന് ആൾക്കാരെ പ്രചോദിപ്പിച്ചുകൊണ്ടേയിരിക്കും. അത് ഈ നാടിനെയും നാട് ഭരിക്കുന്നവരെയും അവരുടെ കണ്ണ് തുറപ്പിക്കട്ടെ എന്നുകൂടി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് സിസ്റ്റർ സൂന CMCയുടെ
ഒരു ജീവിത കഥ, അത് ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് ആലംബമായി, ആശ്രയമായി ഇനിയും ഇനിയും മുന്നോട്ട് പോകട്ടെ, പ്രചോദിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത്തരത്തിൽ ആയിരങ്ങളെ, ലക്ഷങ്ങളെ പ്രചോദിപ്പിക്കുന്ന പുതിയ സമർപ്പിത ജീവിത സാക്ഷ്യവുമായി വീണ്ടും ഈ വേദിയിൽ നമുക്ക് കാണാം എന്ന പ്രത്യാശ പങ്കുവെച്ചുകൊണ്ട് ഏവർക്കും നന്ദി, നമസ്കാരം.